നമ്മളുടെ സ്വന്തം പേശുംപടത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മലയാളമാണ്, എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ, പക്ഷേ ഓരോരുത്തർ പറഞ്ഞ് കേട്ട കേൾവിയാണ്. മാർത്താണ്ഡവർമ്മ, അതായത് 1891 CV രാമൻപിള്ള എഴുതിയത്. അദ്ദേഹം അന്ന് ഇത് എഴുതിയപ്പം ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിട്ടില്ല ഇത് ഒരു സിനിമയായിട്ട് വരും എന്നുള്ളത്. രണ്ടാമത്തെ അതായത് ഡയലോഗൊന്നും ഇല്ലാത്ത ഒരു ചിത്രം. ആദ്യത്തേത് വിഗതകുമാരൻ, അത് റിലീസായത് 1931, അപ്പോഴാണ് റിലീസായത്. വിഗതകുമാരൻ എന്ന ചിത്രം കഴിഞ്ഞ് 5 വർഷം കാത്തിരിക്കേണ്ടിയിരുന്നു അടുത്ത മലയാളം പടത്തിന്. ആ പടമാണ് മാർത്താണ്ഡവർമ്മ. ശ്രീ രാജേശ്വരി ഫിലിംസ് അവരാണ് ഈ മാർത്താണ്ഡവർമ്മ എടുത്തത്. അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് സുന്ദർരാജ് എന്ന് പറഞ്ഞൊരു മനുഷ്യനായിരുന്നു. ഇത് ഡയറക്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു മിസ്റ്റർ റാവ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം തെലുങ്കായിരിക്കണം. അവരാണ് ഈ പടം എടുത്തത്. പക്ഷേ അതും ഈ പഴയ പടം പോലെ നിശബ്ദ ചിത്രമായിരുന്നു. ഈ മാർത്താണ്ഡവർമ്മയെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മാർത്താണ്ഡവർമ്മ ഇരിക്കുന്നത് പോലെ ഒരു ചെയറിൽ അങ്ങനെ ഇരുന്ന് നോക്കിയത്. ഇங்கே மீனாட்சிபுரம் தியேட்டரில் இட்டதும் அப்போவே வந்து കേസായിട്ട് ഫിലിം കൊണ്ടുപോയി. ഫസ്റ്റ് ഷോ നടന്നു. പിന്നെ ഒരു രൂപയെല്ലാം ചിലവാക്കി ഫിലിമെ കൊണ്ടുവന്ന് പിന്നെ സെക്കൻഡ് ഷോക്ക് ഇട്ട് പിന്നെയാണ് കേസ്. ഈ മാർത്താണ്ഡവർമ്മ ചിത്രത്തിൻ്റെ ആദ്യത്തെ ഷോട്ട് എന്തായിരുന്നെന്നറിയാമോ? പത്മനാഭസ്വാമി ടെമ്പിളിലെ ആറാട്ട്. അതായിരുന്നു ആ പടത്തിൻ്റെ ആദ്യത്തെ ഷോട്ട്. ഈ CV രാമൻപിള്ള അദ്ദേഹം എഴുതിയ മാർത്താണ്ഡവർമ്മ അതായിരുന്നല്ലോ പടമായിട്ട് വന്നത്. അത് കമലാലയം എന്ന് പറഞ്ഞ ഒരു ബുക്ക് ടിപ്പോ അവരുടെ ആയിരുന്നു ഇതിൻ്റെ അവകാശം. ഇതായി കാണുന്നില്ലേ, ഇതായിരുന്നു അന്ന്. ഇതാ ഇപ്പോൾ ഈ മരക്കാർ മോട്ടോഴ്സ് ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു അന്ന് തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിലാണ് ഈ പടം റിലീസ് ചെയ്തത്. അന്ന് അതിൻ്റെ പേര് ക്യാപിറ്റൽ തിയേറ്റേഴ്സ് എന്നായിരുന്നു. ആദ്യ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്രിൻറ്റിനെ പോലീസ് പിടിച്ചു. അതിനുശേഷം കളിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് 40 വർഷം കഴിഞ്ഞിട്ടാണ് ആ പ്രിൻ്റ് തിരിച്ചു കിട്ടിയത്. അതിപ്പോൾ ആർക്കൈവ്സ് അവരുടെ കയ്യിലാണ് ആ പ്രിൻ്റ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എന്തായിരുന്നാലും ഈ പുസ്തകത്തിൻ്റെ റൈറ്റ്സ് വാങ്ങിക്കാതെ സിനിമ എടുത്താൽ എന്തെല്ലാം സംഭവിക്കുന്നുള്ളത്. അത് അന്ന് മാത്രമല്ല ഇന്നും സംഭവിക്കുന്നുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ഒരു പടം എടുക്കും, ആ പടത്തിൻ്റെ കോപ്പിറൈറ്റ്സ് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. കറക്റ്റായിട്ട് റിലീസിൻ്റെ പിറ്റേ ദിവസം കൊണ്ടുവന്ന് കേസ് കൊടുക്കും. ഇത് അന്നെന്ന് മാത്രമല്ല ഇന്നും തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്.